ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. യേശുവിനെ അടക്കം ചെയ്തു. യേശു മരിച്ചിട്ട് മൂന്നാമത്തെ പകൽ ദൈവം മരണപാശങ്ങളെ അഴിച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണവും ദൈവവും തമ്മിലുള്ള ഒരു മല്ലയുദ്ധം. ആര് ജയിക്കും? മരണത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിലൂടെ ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശക്തികൾക്ക്, മരണത്തിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. നിങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് ഇന്നു പകൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ വചനം വന്നത് അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാനാണെങ്കിൽ വചനത്തിന് മുൻപിൽ മരണത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വചനത്തിന് മുൻപിൽ പാപത്തിൻ്റെ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മരണം കീഴടങ്ങും. ഇന്നു പകൽ നിന്നെ ഞെരുക്കുന്ന മരണത്തിൻ്റെ ശക്തികൾ കീഴടങ്ങും. പാപത്തിൻ്റെ ശക്തികൾ കീഴടങ്ങും. രോഗത്തിൻ്റെ ശക്തികൾ കീഴടങ്ങും. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് വചനമുണ്ടോ? ദൈവം എന്നോട് സംസാരിച്ചു, ഇത് എന്നോടുള്ള ദൈവശബ്ദമെന്ന് പറയാൻ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ശബ്ദം നിങ്ങളെ എപ്പോഴും ബലപ്പെടുത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതുപോലെ, ചലിക്കാത്തതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മരണം നിങ്ങളെ വാഴുന്നത് പോലെ, പാപത്തിൻ്റെ ശക്തികൾ നിങ്ങളെ ഞെരുക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. മൂന്നാമത്തെ പകൽ ഉയർപ്പിൻ്റെ പകലാണ്. മൂന്നാമത്തെ പകൽ ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റുന്ന പകലാണ്. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, മരണവും വചനവും തമ്മിൽ മല്ലുപിടിച്ചാൽ മരണം കീഴടങ്ങും. ഇന്നത്തെ നിന്റെ ശൂന്യതകൾ മാറും. ദൈവം നിന്റെ തല ഉയർത്തും. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ വീഴുന്നവരെ താങ്ങുന്നു. എപ്പോഴും നിന്റെ തല കുനിഞ്ഞിരിക്കാൻ ദൈവം സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു അരിഷ്ടതയുടെ, വരൾച്ചയുടെ, ശൂന്യതയുടെ അനുഭവത്തിലൂടെ ആയിരിക്കാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അടുത്ത നിമിഷത്തെ ചെറുതാക്കരുത്. നിങ്ങളുടെ അകത്ത് ഇപ്പോൾ വീണിരിക്കുന്ന ഈ വചനത്തെ ചെറുതാക്കരുത്. നിങ്ങളുടെ അകത്ത് നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വചനത്തെ ചെറുതാക്കരുത്. ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നെല്ലാം, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഒരു വടിയെടുക്കണം. എന്നിട്ടത് സാക്ഷ്യപ്പെട്ടകത്തിൽ കൊണ്ടുവയ്ക്കണം. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു.
പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി മുഴുവനും മണ്ണുമായി ബന്ധമില്ലാത്ത, നനവില്ലാത്ത, ഉണക്കവടി, ജീവനില്ലാത്ത, ചൈതന്യമില്ലാത്ത, തളിർപ്പില്ലാത്ത ഉണക്കവടി, അഹരോന്റെ വടി വചനത്തോട് പറ്റിയിരുന്നപ്പോൾ രാവിലെ മോശ കണ്ടത് അത് തളിർത്ത് പൂത്തു ബദാഫലം കായ്ച്ചിരിക്കുന്നതാണ്. ഇന്ന് നീ വരൾച്ചയിലാണ്, എന്നാൽ നീ വചനത്തോട് പറ്റിയിരുന്നാൽ നാളെ നീ തളിർത്തിരിക്കും. വചനം നിന്നെ തളിർപ്പിക്കും. മരണം കീഴടങ്ങും. ദൈവം നിന്റെ തല ഉയർത്തും. മരണപാശങ്ങളെ അഴിച്ച് യേശുവിനെ ഉയർപ്പിച്ച വചനം തൻ്റെ ജീവിത യാത്രയിൽ ശിഷ്യന്മാരോട് കൂടെ ആവർത്തിച്ച വചനം ഞാൻ 3-ാം നാൾ ഉയർക്കും. ഇന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം തന്നെ നാളെ നിന്നെ ഉയർപ്പിക്കും. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. ഇന്ന് പകൽ ഈ വാക്ക് നിങ്ങൾ ചേർത്ത് പിടിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്നെ പിടിച്ചു വയ്ക്കാൻ മരണത്തിൻ്റെ ശക്തികൾക്ക് കഴിയുകയില്ല. യേശു വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അടുത്ത നിമിഷങ്ങളിൽ അത്ഭുതമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.